അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വഴിവിളക്ക് സുആൽ ജവാബിലെ ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. റമദാൻ കഴിഞ്ഞ് ഷവ്വാൽ മാസമാണ്. ഷവ്വാലിലെ 6 നോമ്പുമായി ബന്ധപ്പെട്ട് റാഷിദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ അയച്ചു തന്നിട്ടുള്ള ചോദ്യം, വിദേശത്തും ഇപ്പോൾ നാട്ടിലും ഉള്ള ഒരു സുല്ലമിയുടെ ഒരു വോയിസാണ്, 2 മിനിറ്റും ചില്ലറയുമുള്ള. അതിൽ അദ്ദേഹം പറയുന്നതിന്റെ ചുരുക്കം ഷവ്വാലിലെ 6 നോമ്പിന്റെ ഹദീസുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിന്റെ സനദിൽ സഅദ് ബിൻ സഈദ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം ദുർബലനാണ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിലൂടെയാണ് ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടത്. വേറെ ചില ഹദീസുകളുണ്ട്. പിന്നെ അതിനെ തത്വമായി പറയുന്നത്, റമദാനിലെ ഒരു മാസത്തെ നോമ്പും ഈ 6 നോമ്പ് നോറ്റാൽ 1:10 എന്ന അനുപാതത്തിൽ ഒരു വർഷത്തെ നോമ്പിന്റെ പ്രതിഫലം കിട്ടും. എന്നാൽ ഈ തത്വം പ്രകാരമുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കാൻ ഈ ഹദീസിന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരിക്കെ സഹീഹായ ഹദീസ് കൊണ്ട് തന്നെ നമുക്ക് അമലെടുക്കാം. അപ്പൊ അയ്യാമുൽ ബീദിന്റെ 3 നോമ്പോ അല്ലെങ്കിൽ മാസത്തിൽ 3 നോമ്പ് എന്ന് പറയുന്ന നോമ്പോ ഇനി തിങ്കൾ വ്യാഴമോ അങ്ങനെയൊക്കെ ആ നിയ്യത്തിൽ 6 നോമ്പ് എന്ന നിയ്യത്തിലല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ ഈ പറയുന്ന സുന്നത്ത് നോമ്പുകൾ ഒരു 6 നോറ്റാൽ അതേ പ്രതിഫലം നമുക്ക് ലഭിക്കുമല്ലോ. അപ്പൊ ഇതിനാണ് ലൈഫായ ഹദീസ് കൊണ്ട് അമല് ചെയ്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആളുകൾക്ക് അദ്ദേഹം നൽകുന്ന ഒരു ഐഡിയ ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഈ ഒരു സംസാരത്തെ കുറിച്ചാണ് ഇന്ന് വിശദീകരിക്കുന്നത്, മറുപടി പറയുന്നത്. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസാണ് 6 നോമ്പുമായി ബന്ധപ്പെട്ട ഹദീസ്. അതേ ഹദീസ് ഒരുപാട് ആളുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വഹീഹ് മുസ്ലിമാണ്, ബുഖാരി കഴിഞ്ഞാൽ പിന്നെ. അപ്പൊ സ്വഹീഹ് മുസ്ലിമിലെ ഈ ഹദീസിനെ ചൊല്ലിയാണ് ഈ തർക്കം. ആ ഹദീസിന്റെ സനദിൽ ഈ പറയുന്ന സഅദ് ബിൻ സഈദ് ബിൻ ഖൈസ് എന്ന് പറയുന്ന ആളുണ്ട്. ഇതിനെ ചില ആളുകൾ വിമർശിച്ചിട്ടുണ്ട്. ഇതിനെയല്ല, ഇതിന്റെ സനദിലുള്ള ഈ പറയുന്ന സഅദ് ബിൻ സഈദ് എന്ന് പറയുന്ന ആളെ കുറിച്ച് ഇമാം അഹ്മദ് ലഈഫാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ഇബ്നു മഈൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇബ്നു മഈൻ തന്നെ അദ്ദേഹം കുഴപ്പമില്ലാത്ത ആളാണ്, സാലിഹാണ് എന്ന് പറഞ്ഞ അഭിപ്രായം വേറെയും കാണാം. ഇമാം നസായി അദ്ദേഹം കവിയല്ല, ശക്തനല്ല. തിർമിദി അദ്ദേഹത്തെ കുറിച്ച് പലരും പല എതിരഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നിങ്ങനെയൊക്കെയുള്ള സംസാരങ്ങളാണ്. ഇനി ഇദ്ദേഹം പറയാത്തൊരു കാര്യം കൂടി നമുക്ക് ഖുർത്തുബിയുടെ അൽ മുഫ്ഹിം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഈ പറയുന്ന ഹദീസ് മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്, അത് സ്വഹീഹല്ല. എന്നിട്ട് ചില കാരണങ്ങൾ മുകളിൽ പറഞ്ഞതുപോലുള്ള ആളുകളെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു. അപ്പൊ മുസ്ലിമിൽ തന്നെയുള്ള ഈ ഹദീസ് സ്വഹീഹല്ല എന്നാണ് ഖുർത്തുബി രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. എന്നാൽ ഈ വാദം ഇന്നോ ഇന്നലെയോ ഉള്ളതല്ല, മുമ്പേ ഉണ്ട് എന്നാണല്ലോ ഈ വിമർശനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്നാൽ ഈ വിമർശനത്തിന് പണ്ഡിതന്മാരായ ആളുകൾ മറുപടി നൽകിയിട്ടുണ്ട്. ഞാൻ എന്റെ ജീവിതത്തിൽ ഈ വിഷയം പുളിക്കൽ മദീനത്തുൽ അറബിക് കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ, ഒരു 82-87 കാലഘട്ടത്തിൽ, അതിനിടയിൽ ജമിയത്തുൽ ഉലമയുടെ പല യോഗങ്ങളും അവിടെ നടക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ എന്റെ ഓർമ്മ അനുസരിച്ച് 2 ദിവസമോ മറ്റോ നീണ്ടു നിൽക്കുന്ന, ഇനി അതിലേറെ ദിവസമുണ്ടോ എന്റെ ഓർമ്മ ഇല്ലപ്പോ, അങ്ങനെ ഒരു ചർച്ച, അതിൽ പിന്നെ ഒരു വിഷയം ഇതായിരുന്നു. വേറെയും പല വിഷയങ്ങളും ഉണ്ടായിരുന്നു. അതവിടെ ചർച്ച ചെയ്യുകയും ആ വാദം അവതരിപ്പിച്ചത് ഇതുപോലെ മറ്റൊരു സുല്ലമിയായിരുന്നു. ആ സുല്ലമി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അതിനെ അന്നത്തെ മുജാഹിദ് പണ്ഡിതന്മാർ, അന്ന് 2 ഗ്രൂപ്പില്ലല്ലോ, ഒരു ഗ്രൂപ്പേ ഉള്ളൂ, കേനം. അന്നത്തെ ജമിയത്തുൽ മീറ്റിംഗിൽ അതിനെതിരായ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ അത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ കേരളത്തിലും ഇത് ഇപ്പോഴല്ല, നേരത്തെ ചർച്ചയായിട്ടുണ്ട്, അത്രയും വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ അന്നത് ചർച്ച ചെയ്യണമെങ്കിൽ അതിന്റെ മുമ്പേ ഒരു വിമർശനം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ജമിയത്തുൽ ഉലമ ചർച്ച ചെയ്തത് എന്ന് മനസ്സിലാക്കാമല്ലോ. ഈ വിമർശനങ്ങൾക്ക് പണ്ഡിതന്മാർ 3 നിലക്ക് മറുപടി പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, സഅദ് ബിൻ സഈദിനെ സംബന്ധിച്ച് പല പണ്ഡിതന്മാരും വിമർശനം ഉന്നയിച്ചപ്പോൾ തന്നെ വേറെ ഒരുപാട് ഹദീസ് പണ്ഡിതന്മാർ അദ്ദേഹത്തെ വിശ്വാസയോഗ്യനാണ് എന്ന് സ്ഥിരപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. ഒരാളെ കുറിച്ച് തന്നെ 2 അഭിപ്രായങ്ങളുണ്ട്. ഇബ്നു സഅദ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, ഈ സഅദ് ബിൻ സഈദിനെ കുറിച്ച് പറയുന്നത് തിഖത്താണ്. ഒരാളെ കുറിച്ച് തിഖത്ത് എന്ന് പറഞ്ഞാൽ അയാൾ വിശ്വാസയോഗ്യനാണ്. ഹദീസ് ശാസ്ത്രത്തിലെ സാങ്കേതിക ശബ്ദമാണ് തിഖത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അൽ ഇജ്ലി, ഇബ്നു അമ്മാർ, ഇവരും തിഖത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അദി, സ്വാലിഹായ ശരിയായ ഒരുപാട് ഹദീസുകൾ അദ്ദേഹത്തിനുണ്ട് എന്ന് രേഖപ്പെടുത്തിയേ കാണാം. അതുകൊണ്ട് തന്നെ വല അറാബി ഹദീസിഹി ബഅ്സൻ, അദ്ദേഹത്തിന്റെ ഹദീസിന് ഒരു തകരാർ ഞാൻ കാണുന്നില്ല എന്നും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ അല്ലാമ ഇബ്നുൽ മുലഖിൻ റഹിമഹുല്ലാ, സഅദ് ബിൻ സഈദിനെ സംബന്ധിച്ച് പറയപ്പെടുന്ന ആക്ഷേപം എന്ന് പറയുന്നത് അതൊരു നല്ല വിമർശനമല്ല. അദ്ദേഹത്തെക്കുറിച്ച് പല സംസാരങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത് അദ്ദേഹം വിശ്വസ്തനാണ്, തെളിവിന് പറ്റും എന്ന നിലക്കാണ്. അല്ലെങ്കിൽ ഇമാം മുസ്ലിം ഉദ്ധരിക്കില്ലല്ലോ. അപ്പൊ ഇമാം മുസ്ലിമും ഇദ്ദേഹത്തെ വിശ്വാസയോഗ്യനായി കണക്കുകൂട്ടിയ ആളാണ്.
അക്കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ഇബ്നു മഈൻ ഇദ്ദേഹം തിഖത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹിബ്ബാൻ അദ്ദേഹത്തിന്റെ തിഖാത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ കുറെ ആളുകളെ അല്ലാമ ഇബ്നുൽ മുലഖിൻ ബലപ്പെടുത്തിയ കൂട്ടത്തിൽ എണ്ണിയതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഒരു വിഭാഗം ഏതാനും ചില പണ്ഡിതന്മാർ എതിർപ്പ് അല്ലെങ്കിൽ വിമർശിച്ചപ്പോൾ മറ്റൊരുപാട് പണ്ഡിതന്മാർ അദ്ദേഹത്തെ ബലപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്, ശരിയായ യോഗ്യനാണ് ആളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാളിൽ നിന്ന് തന്നെ രണ്ടഭിപ്രായങ്ങൾ ഉണ്ടായതും നേരത്തെ ഞാൻ പറഞ്ഞു. ഇബ്നു മഈൻ ഒരു സ്ഥലത്ത് വിമർശിച്ചപ്പോൾ മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം സ്വാലിഹ് ശരിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരാളിൽ തന്നെ രണ്ടഭിപ്രായങ്ങൾ ഉണ്ടായ വാചകങ്ങളും നമുക്ക് കാണാം. അപ്പൊ ഇങ്ങനെ ഒരാളെ കുറിച്ച് വന്നാൽ അദ്ദേഹം പാടെ തള്ളപ്പെടേണ്ടവനാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. മാത്രവുമല്ല അദ്ദേഹത്തെ കുറിച്ച് വിമർശിച്ചു പറഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുള്ളത് സയ്യിഉൽ ഹിഫ്ള് എന്നാണ്. വിശ്വസ്തനല്ല എന്നല്ല, സത്യസന്ധനല്ല എന്നല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ഹിഫ്ളിന് തകരാറുണ്ട് എന്നാണ്. ചില ആളുകൾക്ക് ഹിഫ്ള് പ്രായം കൂടുമ്പോൾ ഹിഫ്ളിൽ തകരാറ് സംഭവിച്ച ആളുകൾ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ അവസ്ഥക്ക് മുമ്പ് അദ്ദേഹം ഉദ്ധരിച്ച ഹദീസുകൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോ ഈ ദുർബലനാണെന്നോ കള്ളനാണെന്നോ കള്ള ഹദീസ് കെട്ടിയുണ്ടാക്കുന്നവനാണെന്നോ വ്യാജ നിർമ്മിതക്കാരനാണെന്നോ തദ്ലീസിന്റെ ആളാണെന്നോ ഇങ്ങനെയുള്ള വിമർശനങ്ങളൊന്നും അദ്ദേഹത്തെ കുറിച്ച് പറയാൻ സാധിക്കുകയില്ല. ഹിഫ്ളിന് ചില തകരാറുകളുണ്ട്. അപ്പൊ ആ ഹിഫ്ളിന് തകരാറിനെ പരിഹരിക്കുന്ന മറ്റ് റിവായത്തുകളോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ ആ ഹദീസ് സ്വീകാര്യോഗ്യമായി തീരും. ഇത് പണ്ഡിത ലോകത്ത് അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. ഇനി രണ്ടാമത്തെ മറുപടി, സഅദ് ബിൻ സഈദ് മാത്രമല്ല ഈ ഹദീസ് ഉദ്ധരിച്ചത് എന്നാണ്. മറിച്ച് അദ്ദേഹത്തിന്റെ സ്നേഹം ഉദ്ധരിച്ച സനദിനെ മുതാബഅത്തായിക്കൊണ്ട് സഫ്വാൻ ബിൻ സുലൈം, സെയ്ദ് ബിൻ അസ്ലം, യഹ്യ ബിൻ സഈദ്, അബ്ദുർ റബ്ബിഹി ഇബ്നു സഈദ് എന്നിവരൊക്കെ ഇതിന് മുതാബഅത്തായി വന്നിട്ടുണ്ട്. ഇമാം തഹാവി അദ്ദേഹത്തിന്റെ മുഷ്കിലുൽ ആഥാറിൽ സഫ്വാൻ ബിൻ സുലൈമിൽ നിന്നും സെയ്ദ് ബിൻ അസ്ലമിൽ നിന്നും യഹ്യ ബിൻ സഈദ് അൻസാരിയിൽ നിന്നും അബ്ദുർ റബ്ബിഹി ഇബ്നു സഈദ് അൻസാരി എന്നീ 4 ആളുകളിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ആരിൽ നിന്നാണ്? ഉമർ ബിൻ സാബിത്തിൽ നിന്ന്. ഈ ഉമർ ബിൻ സാബിത്തിൽ നിന്ന് സഅദ് ബിൻ സഈദ് മാത്രമേ ഉദ്ധരിച്ചിട്ടുള്ളൂ എന്നാണ് വിമർശകർ പറയുന്നത്. എന്നാൽ ഉമർ ബിൻ സാബിത്തിൽ നിന്ന് സഅദ് ബിൻ സഈദ് അല്ലാത്ത ഈ 4 ആളുകൾ വേറെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായി? ഒറ്റപ്പെട്ടൊരു റിപ്പോർട്ടല്ല ഇത്, സനദല്ല ഇത്. ഈ 4 പേരിൽ നിന്നായി വേറെ സനദുകളുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇത് സ്വഹീഹായ ഹദീസാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇമാം അൽ ജാമിഅ അദ്ദേഹം പറയുന്നത് ഇതിലൂടെ വ്യക്തമാകുന്നത് സഅദ് ബിൻ സഈദ് മാത്രമാണ് ഈ ഹദീസ് ഉദ്ധരിച്ചത് എന്ന വാദം ബാത്തിലത്തുൻ, ഹക്കല്ലാത്ത നിരർത്ഥകരമായ വാദമാണ്. കാരണം വിശ്വസ്തരായ തിഖാത്തുകളിൽപ്പെട്ട മുകളിൽ പറഞ്ഞ 4 ആളുകളുടെ പേരുകൾ അദ്ദേഹം വേണ്ടിയതിനു ശേഷം ഈ 4 ആളുകളും ഉമർ ബിൻ സാബിത്തിൽ നിന്നാകുന്നു ഈ ഹദീസ് ഉദ്ധരിച്ചത്. അതുകൊണ്ട് തന്നെ വിമർശകരുടെ വാദം ബാത്തിലാണ്, ഹക്കല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ മറുപടി, ഒരു ഹദീസിന് ദുർബലതയുണ്ടെങ്കിൽ അതിന് മുതാബഅത്തോ അല്ലെങ്കിൽ ശവാഹിദുകളോ ഉണ്ടെങ്കിൽ അത് സ്വീകാര്യോഗ്യമാണ്. ഇവിടെ മുതാബഅത്തുമുണ്ട്, ശവാഹിദുകളുമുണ്ട്. അതെന്താണ്? ഇതേ ആശയത്തിൽ വരുന്ന മറ്റ് ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. അതിലൊന്ന് സൗബാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഇബ്നു മാജ തന്റെ സുനനിൽ ഉദ്ധരിച്ചിട്ടുള്ള 1705 നമ്പർ ഹദീസാണ്. ആ ഹദീസിന്റെ സനദുകളൊന്നും ഇവിടെ വായിക്കുന്നില്ല. ആ സനദിൽ എവിടെയും ഈ പറയുന്ന സഅദ് ബിൻ സഈദ് ഇല്ല. അതിൽ പറയുന്നത് ഫിത്റിന് ശേഷം, അതായത് ഈദുൽ ഫിത്റിന് ശേഷം 6 നോമ്പ് ആരെങ്കിലും നോറ്റാൽ അവന് 1 വർഷത്തിന്റെ പൂർത്തീകരണം ഉണ്ടായി എന്നിട്ട് ഖുർആനിൽ സൂറത്തുൽ അൻആമിലെ 160ാമത്തെ ആയത്തും കൊടുക്കുന്നു. ഈ ഹദീസ് ഇബ്നു ഖുസൈമയും ഇബ്നു ഹിബ്ബാനും സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബസ്സാർ ഉദ്ധരിക്കുകയും ഹൈസമി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു ഹദീസ്. ഇതിന് വേറെയും സനദുകളുണ്ട്. തബറാനി അതുപോലുള്ള പണ്ഡിതന്മാർ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അഹ്മദ് അതുപോലെ തന്നെ ബസ്സാർ വേറെയും പല പണ്ഡിതന്മാരും ഉദ്ധരിച്ചത്. പക്ഷെ അതിന്റെ സനദിൽ ഒരു ദുർബലനായ ആളുണ്ട്. ദുർബലനായ ആളുണ്ടെങ്കിലും ഇത് വേറെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് എന്നതിനാണ് ഇവിടെ തെളിവായി ഉദ്ധരിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ അൽ ജാമിഅ അദ്ദേഹം പറയുന്നത് അത് തബയ്യന ബിമാ ദുക്കിറ അന്ന ഹദീസ് അൽ ബാബി സ്വഹീഹ്. അദ്ദേഹം ചില കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം പറയാൻ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ ബാബിൽ കൊടുത്തിട്ടുള്ള ഹദീസ്, അതായത് ശവ്വാലിലെ 6 നോമ്പിനെ കുറിച്ച് കൊടുത്തിട്ടുള്ള ഹദീസ് സ്വഹീഹുൻ ലാ കലാമ ഫീ, അത് സ്വഹീഹായ ഹദീസാണ്. അതിൽ ഒരു ചർച്ചയും ആവശ്യമില്ല, ഒരു വിമർശനവുമില്ല. ചില ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് വിമർശനം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും വേറെ ഒരുപാട് മറ്റു പലരും അദ്ദേഹത്തെ ബലപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടല്ലോ എന്നും അദ്ദേഹം സമർത്ഥിക്കുന്നു. വയലൻ ഇന്നഹു ലം യൻഫരിദ് ബിഹി. ഇനി മാത്രമല്ല സഅദ് ബിൻ സഈദ് മാത്രമല്ല ഈ ഹദീസ് ഉദ്ധരിച്ചത്, മറിച്ച് ഒരു പറ്റം വിശ്വസ്തരായ ആളുകൾ ഇതിന് മുതാബഅത്തായി ഉദ്ധരിച്ചിട്ടുണ്ട് എന്നും. അതുപോലെ തന്നെ വയലൻ ഇന്നലഹു ശവാഹിദ്, ഇതിന് ചില ശവാഹിദുകളുണ്ട്. അതായത് മുകളിൽ പറഞ്ഞ മുതാബഅത്തുണ്ട്, അതുപോലെ തന്നെ ശവാഹിദുണ്ട്, പിന്നെ വിമർശനം
വിമർശിച്ച ആളുകൾ ഉള്ളപ്പോൾ തന്നെ മറ്റു ചില ആളുകൾ അദ്ദേഹം വിശ്വാസയോഗ്യനാണെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഒരു സംസാരവും ആവശ്യമില്ല. ഇത് സ്വഹീഹായ ഹദീസാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന്. ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്വഹീഹ് മുസ്ലിമിന് ശർഹ് എഴുതിയിട്ടുള്ള ഷെയ്ഖ് ആദം അൽ ലത്യൂബി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ അൽ ബഹറുൽ മുഹീത്ത് സജ്ജാജ് എന്ന് പറയുന്ന ശർഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തെളിവ് ആവശ്യമുള്ളവർക്ക് അവിടെ ഈ ഹദീസിന്റെ ശർഹിൽ പരിശോധിക്കാം. പിന്നീട് വേറെ ചില കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഈ ഹദീസിനെ സ്വഹീഹാണെന്ന് പറഞ്ഞ കൂട്ടത്തിൽ നേരത്തെ ഇമാം മുസ്ലിം ഹദീസ് ഉദ്ധരിച്ചത് ലൈഫാണെന്ന നിലക്കല്ല, സ്വഹീഹാണെന്ന നിലക്കാണ് അദ്ദേഹത്തിന്റെ സ്വഹീൽ ഉദ്ധരിച്ചത്. ഇനിയോ ഇമാം ബുഖാരി ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടില്ലെങ്കിലും ഈ ആളുകൾ വിമർശിക്കുന്ന സഅദ് ബിൻ സഈദിൽ നിന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാ തന്റെ സഹീഹിൽ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇയാൾ കൊള്ളരുതാത്ത ആളാണെങ്കിൽ ഇമാം ബുഖാരി തന്റെ സഹീഹിൽ അത്തരമൊരു ഹദീസ് കൊടുക്കുകയില്ല. 1482 നമ്പർ ഹദീസ്. ഖാല സുലൈമാൻ അൻ സഅദ് ബിൻ സഈദ് അൻ ഉമാറ ഇബ്നു ഗസിയ്യ അൻ അബ്ബാസ് അൻ നബീഹി എന്ന് പറഞ്ഞുകൊണ്ട് ഉഹുദുൻ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു. ഉഹുദ് ഒരു പർവ്വതമാണ്, ആ പർവ്വതം നമ്മെ ഇഷ്ടപ്പെടുകയും നാം ആ പർവ്വതത്തെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഹദീസ്, പ്രസിദ്ധമായ ഹദീസ് അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ ആളെ കൊണ്ടുപോകുന്ന ആളുകൾ, ഈ ഹദീസിനെ വിമർശിക്കുന്ന ആളുകൾ ഹജ്ജ് ഗ്രൂപ്പുകൾ നടത്തുന്നുണ്ട്, കൊണ്ടുപോകുന്നുണ്ട്, അവർക്കൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട്. ഉഹുദ് മല കാണുമ്പോ ഇമാം ബുഖാരിയുടെ ഈ ഹദീസ് ധരിക്കും, എന്നാൽ അതിൽ സഅദ് ബിൻ സഈദ് എന്ന ദുർബലനായ ആളുണ്ട്, അതുകൊണ്ട് നമുക്ക് ഈ ഹദീസ് മാറ്റിവെക്കാം, എന്നിട്ട് വേറെ സഹീഹായ ഹദീസ് എടുക്കാം എന്ന് പറയാറുണ്ടോ എന്നുകൂടി ആലോചിക്കുക. ഇതേപോലെ പ്രസിദ്ധ പണ്ഡിതനായ ഇമാം ദഹബി അദ്ദേഹം സഅദ് ബിൻ സഈദിനെ കുറിച്ച്, അദ്ദേഹം യഹ്യയുടെ സഹോദരനാണ്, ഹസനുൽ ഹദീസ്, നല്ല ഹദീസ് ധരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഹദീസിൽ ഹസനായ ആളാണ്, താബിയാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നു. എന്നാൽ മുകളിൽ പറഞ്ഞ പോലെ അഹ്മദും ഇബ്നു മഈനും അദ്ദേഹം ദുർബലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇമാം ദഹബിയുടെ വീക്ഷണം എന്താണ്? അദ്ദേഹം ശരിയായ ആളാണ്, കൊള്ളാമെന്നാണ്. അപ്പൊ ഇമാം അഹ്മദിന്റെയും ഇബ്നു മഈന്റെയും അഭിപ്രായം ദഹബി പരിഗണിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. കാരണം ഇബ്നു മഈനിൽ നിന്ന് മുകളിൽ സൂചിപ്പിച്ച പോലെ രണ്ട് എതിരഭിപ്രായങ്ങൾ സഅദ് ബിൻ സഈദിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം പറയുന്നത് ഈ ഹദീസിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ, ഈ ബാബിൽ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, അബൂ ഹുറൈറയിൽ നിന്ന്, തൗബാനിൽ നിന്ന് ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഈ ഹദീസിന്റെ വിഷയങ്ങൾ മുകളിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഈ ഹദീസ് അബി അയ്യൂബ്, അബൂ അയ്യൂബ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സഅദ് ബിൻ സഈദുള്ള ആറുനൂറിനെ സംബന്ധിച്ച ഹദീസാണ്. ഹദീസുൻ ഹസനുൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ തഹ്ദീബുസ് സുനനിൽ 3-ാം വാള്യം 1216 പേജിൽ പറയുന്നത് ഈ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ദുർബലനല്ല എന്ന് ഇമാം മുസ്ലിമിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. അതിനു പുറമെ ഇതിന് ചില മറ്റ് കരീനത്തുകളും മുതാബഅത്തുകളും ശവാഹിദുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് സ്വഹീഹാണെന്ന് മനസ്സിലാക്കാം. ഷെയ്ഖ് ഷുഐബ് അൽ അർനൌത്ത് ഈ അടുത്ത കാലത്ത് ജീവിച്ചിട്ടുള്ള ഒരു പണ്ഡിതനാണ്. അദ്ദേഹം മുസ്നദ് അഹ്മദിനും മറ്റു ഒരുപാട് ഗ്രന്ഥങ്ങൾക്കും തഹ്ഖീഖ് നടത്തിയിട്ടുണ്ട്. ഷെയ്ഖ് ഷുഐബ് അൽ അർനൌത്ത് മാത്രമല്ല മുസ്നദ് അഹ്മദ് തഹ്ഖീഖ് നടത്തിയിട്ടുള്ളത്, വേറെയും ചില ആളുകൾ കൂടി ചേർന്നുകൊണ്ട് നടത്തിയ തഹ്ഖീഖ്. ആ തഹ്ഖീഖിൽ ഇമാം അഹ്മദിന്റെ ഈ ഹദീസിന് അടിക്കുറിപ്പായി കൊടുത്തിട്ടുള്ളത് ഹദീസുൻ സ്വഹീഹുൻ, സ്വഹീഹായ ഹദീസാണ്. വഹാദാ ഇസ്നാദുൻ ഹസനുൻ, ഈ സനദ് ഇസ്നാദ് ഹസനാൻ. എന്തുകൊണ്ട്? സഅദ് ബിൻ സഈദ് അൽ അൻസാരി അതിലുള്ളത് കൊണ്ട്. അപ്പൊ ഇത് ഹസനാണ്, ഇതല്ലാത്ത സനദിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഹദീസ് മൊത്തത്തിൽ നോക്കിയാൽ സഹീഹാണ്. സഅദ് ബിൻ സഈദ് ഉള്ള ഹദീസ് ഹസനാണ്. ഹസനാണെന്ന് പറഞ്ഞാലും തള്ളേണ്ടതല്ല, കൊള്ളേണ്ടതാണ് എന്നാണ് അർത്ഥം. പിന്നെ ഷെയ്ഖ് നാസുദ്ദീൻ അൽബാനി, ഷെയ്ഖ് ഇബ്നുൽ ഉസൈമീൻ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ. മറ്റു ചിലർക്ക് പരിശോധിച്ചാൽ മുമ്പ് മുതൽക്കേ കർമ്മപരമായി ഏകകണ്ഠമായി അംഗീകരിച്ചു വരുന്ന ഒരു ഹദീസ് കൂടിയാണ്. വാചകം കൊണ്ടല്ല, കർമ്മം കൊണ്ട് ഇജ്മാ ഇതിനുണ്ട്. പണ്ട് മുതൽ ഇന്ന് വരെ മുസ്ലിം ലോകം ഇത് അംഗീകരിച്ചിട്ടുണ്ട്. ഇജ്മാ ആ നിലക്ക് ഇവിടെ ആവശ്യമുള്ളത് കൊണ്ടല്ല പറയുന്നത്. എന്താണ്? നബി പറഞ്ഞതാണ്, സഹാബത്ത് തോറ്റിട്ടുണ്ട്, പലരും തോറ്റിട്ടുണ്ട് അന്ന് മുതൽ ഇന്ന് വരെ. അപ്പൊ ആ നിലക്ക് ഒരിക്കലും ഇത് നിഷേധിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. എന്നാൽ ഇദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിലും ചില ആളുകളുടെ ചോദ്യങ്ങൾ ഉണ്ടാകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് നോറ്റിട്ടില്ലല്ലോ എന്ന്. ശരിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 6 നോമ്പ് നോറ്റിരുന്നു എന്നോ നോറ്റിരുന്നില്ല എന്നോ രണ്ടും കാണാൻ സാധിക്കുകയില്ല ഹദീസ് പരിശോധിച്ചാൽ. അപ്പൊ എതിര് ആയി നോറ്റിട്ടില്ല എന്ന് വരാത്തത് കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോറ്റിരിക്കാം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വേറെ ചിലതിനെ കുറിച്ച് നബിന്റെ ഭാര്യമാർ നോൽക്കാറുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്, എന്നാൽ ഈ വിഷയത്തിൽ അങ്ങനെ ഒരു ഹദീസെ കാണാൻ സാധിക്കുകയില്ല. ഇനി നബി നോറ്റിട്ടില്ല എന്ന് തീരുമാനിച്ചാൽ തന്നെ അങ്ങനെ ഹദീസ് വരാത്തത് കൊണ്ട് നോറ്റിട്ടില്ല എന്നല്ല മനസ്സിലാക്കേണ്ടത് എന്നാരെങ്കിലും വാദിച്ചു വരികയാണെങ്കിൽ, അങ്ങനെ വാദിക്കുന്ന ആളുകൾക്കുണ്ട്. അതിന് പണ്ഡിതന്മാർ മറുപടി കൊടുത്തതുകൊണ്ടാണ് ഞാൻ ആ കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നത്.
അങ്ങനെയാണെങ്കിലും ഈ നോമ്പ് ഇസ്ലാമിലില്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കോ പ്രവൃത്തിയോ അംഗീകാരമോ ഉണ്ടായാൽ അത് സുന്നത്തായി മാറി. മൂന്നിന്റെയും ആവശ്യമില്ല, എന്തെങ്കിലും ഒന്നുണ്ടായാൽ തന്നെ അത് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട സുന്നത്താണ്. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൊണ്ട് സ്ഥിരപ്പെട്ടതിനാൽ നബിയുടെ പ്രവൃത്തി രണ്ടാമതൊരു തെളിവായി ആവശ്യമില്ല, ഇത് സുന്നത്താണ് എന്ന് പറയാൻ. ഇനി അങ്ങനെ ആരെങ്കിലും വാദിക്കുന്നുവെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഹജ്ജിനും ഉംറക്കൊക്കെ പോകുന്നവരും ഗ്രൂപ്പ് നടത്തുന്നവരും ഈ വിമർശിച്ച ആളും സൗദിയിൽ ജീവിച്ചപ്പോൾ ഒരുപാട് ഉംറക്ക് പോയിട്ടുണ്ടാവും, ഒരുപാട് ആളുകളെ ഉംറക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും, ഹജ്ജ് ഗ്രൂപ്പിന്റെ അമീറായി പോയിട്ടുണ്ടാവും. ഈ പറയുന്ന ആളുകളുടെ സംഘടന ഇവിടെ ഹജ്ജ് ഗ്രൂപ്പ് നടത്തുന്നുണ്ട്, ഉംറ സംഘങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. റമളാനിൽ പ്രത്യേകം പരസ്യം കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലം കിട്ടും എന്നൊക്കെ പരസ്യം കൊടുത്ത് ആളുകളെ സംഘടിപ്പിച്ച് കൊണ്ടുപോകുന്നു, എല്ലാ വർഷവും കൊണ്ടുപോകുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിലെ നോമ്പിന് നബിയുടെ കൂടെ ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലമുണ്ട് എന്ന് നബിയുടെ കൂടെ ഹജ്ജിന് പോകാൻ സാധിക്കാത്ത ഒരു മഹദിയോട് പറഞ്ഞ ഹദീസ് ഉദ്ധരിക്കുന്നു. ഇത് വെച്ചിട്ടാണല്ലോ പോസ്റ്റർ അടിക്കുന്നത്, എന്നിട്ടാണല്ലോ ആളുകൾ ഇന്ന് പൈസ വാങ്ങുന്നത്, എന്നിട്ട് അതുകൊണ്ടാണല്ലോ ലാഭം ഉണ്ടാക്കുന്നത്. പക്ഷേ അവിടെ ഏതെങ്കിലും ഈ വിമർശനം ഉന്നയിക്കുന്ന ആളുകൾ റമളാൻ ഹജ്ജിന് പ്രത്യേകിച്ച് പുണ്യൊന്നുമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാരെങ്കിലും പറയാറുണ്ടോ, പിന്തിരിപ്പിക്കാറുണ്ടോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരൊറ്റ റമളാനിലും ഉംറക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ നേരത്തെ 6 നോമ്പിനെ കുറിച്ച് പറഞ്ഞതുപോലെ റമളാനിൽ ഹജ്ജ് പോയിരുന്നുവെന്ന് ഹദീസില്ല, പോയിരുന്നില്ല എന്ന് ഹദീസില്ല എന്നല്ല, പോയിട്ടില്ല എന്നത് ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 4 ഉംറയെ നിർവഹിച്ചിട്ടുണ്ട്. 4 ഉംറയും ദുൽഖഅദ മാസത്തിലാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസുകൾ സ്വഹീഹായി വന്ന ഹദീസുകളാണ്. ദുൽഖഅദ മാസത്തിലല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉംറ നിർവഹിച്ചിട്ടില്ല. ഉംറക്കായി പോയത് 4 സന്ദർഭത്തിലാണ്, 4ഉം ഏത് ഹിജ്റയ്ക്ക് ശേഷം, 4ഉം ദുൽഖഅദ മാസത്തിലാണ്. അപ്പൊ റമളാൻ നബി ഉംറക്ക് പോയോ? ഇല്ല. നബി പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറഞ്ഞിട്ടല്ലോ ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് ഈ റമളാനിലെ നോമ്പിന് ഒരു പോരിശയുമില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷത്തെ റമളാനിലെ പോസ്റ്റർ അടിക്കുമ്പോൾ അത് ഒഴിവാക്കണം എന്നാണ് ഈ ആളുകളോട് ഉപദേശിക്കാനുള്ളത്. അപ്പോ ചുരുക്കത്തിൽ ഇതിന് വിമർശനങ്ങളുണ്ട്, പണ്ഡിതന്മാർ അക്കമിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിനൊരു കുഴപ്പവുമില്ല, സ്വീകരിക്കാവുന്ന ഹദീസാണ്, സുന്നത്തായ നോമ്പാണ്. വെറുതെ എല്ലാ വിഷയത്തിലും ഇതുപോലുള്ള മുടന്തൻ ന്യായങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഒരുപാട് ഹദീസുകളെ, സ്വഹീഹായ ഹദീസുകളെ തള്ളുന്ന പ്രവണത നടത്തുന്ന ആളുകളെ വിശ്വാസിലാക്കരുത്. നിങ്ങൾ നോൽക്കുന്നെങ്കിൽ നോൽക്കണ്ട എന്നല്ലാതെ നോൽക്കുന്നവർ നോറ്റുകൊള്ളട്ടെ, സ്വഹീഹായ നിലയ്ക്ക് അമൽ ചെയ്യുന്ന ആളുകളെ അവതാളത്തിലാക്കരുത്.